സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം അനുവദിക്കുന്നതിനായി 2022-23 അബ്കാരി നയത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ വിദേശ മദ്യചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. വി.ഡി. സതീശന്റെ ബജറ്റിലെ ഈ ഭാഗമാണ് ഇടതുമുന്നണിയുടെ ആയുധം. ബിയറും വൈനും അല്ലാത്ത വീര്യം കുറഞ്ഞ മദ്യം അവതരിപ്പിക്കാനുള്ള നീക്കത്തിനു പിന്നിൽ അഴിമതി തന്നെയെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. സർക്കാരിന് വലിയ വരുമാന നഷ്ടമുണ്ടാക്കി ഈ നികുതി ഇളവ് കൊടുത്തതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് എന്ന് മുഖ്യമന്ത്രി കേരള സമൂഹത്തോട് മറുപടി പറയേണ്ടി വരും. എത്ര കിട്ടി എന്ന് സതീശൻ പറഞ്ഞാൽ മതി. ഇതിന്റെ വേറൊരു വശം എന്താന്ന് വെച്ചാൽ ഇത് റെഡി ടു ഡ്രിങ്ക് മദ്യമാണ് എന്ന് പറഞ്ഞാൽ വാങ്ങി ശീതളപാനീയം കുടിക്കുന്നത് പോലെ കുടിക്കാം. പക്ഷേ ഈ വാദം ദുർബലമാകുന്നത് വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലെത്തിക്കാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് അബ്കാരി ആക്ടിൽ ഭേദഗതി കൊണ്ടുവന്നത് എന്നിടത്താണ്. എം.വി. ഗോവിന്ദൻ അതിനു പറയുന്ന ന്യായം പക്ഷേ മറ്റൊന്നാണ്. കശുമാങ്ങ, ആ കശുമാങ്ങയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള വീര്യം കുറഞ്ഞ മദ്യത്തെ സംബന്ധിച്ചാണ് ഇത് അതല്ല. ഏതായാലും അടിച്ചാൽ ഫിറ്റാകാത്ത മദ്യത്തിന്റെ ഉപജ്ഞാതാക്കൾ കഴിഞ്ഞ സർക്കാരാണ് എന്ന് തന്നെയാണ് എക്സൈസ് മന്ത്രി എം. ലിജുവിന്റെ നിലപാട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അന്നത്തെ LDF സർക്കാർ കൊണ്ടുവന്ന ഈ 0.5 മുതൽ 20% വരെയുള്ള മദ്യത്തിന് സെയിൽസ് ടാക്സ് ഫിക്സ് ചെയ്തു. ഈ സെയിൽ ടാക്സ് ഫിക്സ് ചെയ്യുന്നത് എക്സൈസ് വകുപ്പുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. എക്സൈസ് വകുപ്പ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് സംസ്ഥാന ധനകാര്യ വകുപ്പാണ്. GST ആണ്, സെയിൽ വകുപ്പാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെന്ന് സമ്മതിച്ചാലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യം ഉൾപ്പെടുത്തിയത് എക്സൈസ് വകുപ്പ് അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അത് അത്തരം ഒരു ചർച്ച ഇത് നടപ്പിലാക്കാൻ അതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങളോ മറ്റു ചർച്ചകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതിവിടെ വിൽക്കണോ വേണ്ടയോ എന്നുള്ള നയപരമായ തീരുമാനത്തെ സംബന്ധിച്ച് ഭാവിയിൽ എക്സൈസ് നയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ അത് ചർച്ച ഉണ്ടാവുകയുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഇപ്പോഴത്തെ വരവ് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. നികുതി കുറച്ച് മദ്യം വിറ്റാൽ അത് ഖജനാവിനെ ബാധിക്കുമെന്ന് പ്രതിപക്ഷം പറയുന്നു. ഏതായാലും ചെലവ് ചുരുക്കാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് അടിക്കാനുള്ള ഐഡിയ മദ്യാസക്തർ ഇറക്കാതിരുന്നാൽ മതി. ആർ. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.